വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്റ്റിൻ്റെ അകത്തുള്ള ഒരു ഹുക്കായിട്ടുള്ള യൂസ് റെഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ഹുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ബേസിക് ആയിട്ട് ഒരു ആപ്പ് JSX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റെഡ്യൂസർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ സ്പേസ് വന്നില്ല. സ്പേസ് എങ്ങനെ വന്നതെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ ഇൻഡെക്സ് CSSൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഇവിടെ ബോഡീൻ്റെ അകത്ത് പാഡിങ് 50px ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്പേസ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂസ് റെഡ്യൂസർ നമ്മൾ ഉപയോഗിക്കും നമ്മളെ സ്റ്റേറ്റുകളിൻ്റെ അകത്തുള്ള ലോജിക്കുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിത് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഉണ്ട്, ആ സ്റ്റേറ്റിൻ്റെ അകത്ത് ഒരുപാടധികം ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് യൂസ് റെഡ്യൂസറിനെ കോൾ ചെയ്യാം. റെഡ്യൂസറിനെ കോൾ ചെയ്യുന്നു. ഇനി നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്കൊരു വാല്യൂ വെക്കാനായിട്ടൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പേര് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾക്ക് ആ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ ഇനിഷ്യൽ വാല്യൂ എന്ന് കൊടുക്കുന്നു, ഇനിഷ്യൽ എന്ന് കൊടുക്കുന്നു. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് കൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ, അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് കൗണ്ട് 0 എന്ന് കൊടുത്തു. ഇതാണ് നമുക്കുള്ള വാല്യൂ. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അറേ കൊടുക്കാം. ഞാൻ ഇവിടെ ഒബ്ജക്റ്റാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ വരുന്നത്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ റെഡ്യൂസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഈ വാല്യൂ ഇത് നമുക്കിപ്പോൾ എന്താണ്, ഞാൻ സ്റ്റേറ്റ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. നമുക്കിവിടെ ഈ വാല്യൂവിനെ വിളിക്കുന്നതിന് ഇവിടെ സ്റ്റേറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ആക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഫംഗ്ഷന് എന്ത് ചെയ്യണം, യൂസ് റെഡ്യൂസറിൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ കോൺസ്റ്റ് ഇവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് ഡിസ്പാച്ച്. ഈ ഡിസ്പാച്ചാണ് നമ്മൾ എന്താണ് ഒരു ആക്ഷൻസ് നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കാര്യമാണ് ഡിസ്പാച്ച്. ആക്ഷൻ നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡിസ്പാച്ച്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ വാല്യൂ എടുക്കുന്നതിന് വേണ്ടി. യൂസ് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. റെഡ്യൂസർ വിളിക്കുന്നു, ആ റെഡ്യൂസർ ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേറ്റും പാസ് ചെയ്യുന്നു. ഇത് റെഡ്യൂസർ ഫംഗ്ഷൻ, ഇത് സ്റ്റേറ്റ്. ഇപ്പം നമുക്ക് എന്താണ് ഈ കൗണ്ട് എന്ന് പറയുന്ന ഈ വാല്യൂവിൻ്റെ അകത്ത് നമുക്ക് 3 ഓപ്പറേഷൻസാണ് നടത്താനുള്ളത്. ഒന്നാമത്തത് ഇൻക്രിമെൻറ്റ്, രണ്ടാമത്തെ ഡിക്രിമെൻറ്റ്, മൂന്നാമത്തെ റീസെറ്റ്. ഈ 3 ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യണം, നടത്തണം. അല്ലെങ്കിൽ ഞാൻ വാല്യൂ എന്ന് കൊടുത്ത്, നമുക്കിവിടെ സ്റ്റേറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രശ്നം വന്നത്. വാല്യൂ എന്നും കൊടുത്ത് ഡിസ്പാച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം, നിങ്ങൾക്ക് അതിനകത്തോടെ എളുപ്പം മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി നമുക്കൊരു ഫങ്ഷൻസ്, സ്വിച്ചിങ് കേസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്താണ് സ്വിച്ച് ചെയ്യുന്ന സമയത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആക്ഷൻ ഡോട്ട് ടൈപ്പ്. അപ്പോൾ യൂസർ ഇവിടെ ഒരു സ്ട്രിങ് വാല്യൂ പാസ് ചെയ്യും. എന്താണ് ഇപ്പോൾ ഇവിടെ ആക്ഷൻ്റെ അകത്ത് യൂസർ പാസ് ചെയ്യുന്ന ടൈപ്പ് ഇപ്പോൾ എന്താണ്, കേസ്. ഇൻക്രിമെൻ്റ് എന്നാണ് യൂസർ ഇപ്പോൾ പാസ് ചെയ്യുന്നതുണ്ടെങ്കിൽ എന്ത് ഓപ്പറേഷൻ നടക്കണമെന്നാണ് ഇവിടെ നമ്മളിപ്പോൾ എഴുതുന്നത്. ഇപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യുന്നത്, അപ്പോൾ യൂസർ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ്. ഇപ്പോൾ യൂസർ ഇവിടെ ടൈപ്പ് പാസ് ചെയ്യും. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് വിളിക്കുന്ന സ്റ്റേറ്റിൻ്റെ അകത്തുള്ള പ്രീവിയസ് വാല്യൂ അല്ലേ കൗണ്ട്. ആ സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കൂടെ 1 വെച്ച് റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തോട്ട് പുതിയതായിട്ട് ആഡ് ആവുന്നതാണ്. അടുത്തൊരു തന്നെ അതിൻ്റെ അടുത്ത കേസ് ഞാൻ ആഡ് ചെയ്യുന്നത് ഡിഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഗ്രീസ് മെത്തേഡ് നമ്മൾ കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് അപ്പോൾ എന്താണ് ഇൻക്രിമെൻറ്റ് കൊടുത്ത് ഡിഗ്രിമെൻറ്റ് കൊടുത്ത്, അതായത് ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ +1, ഡിഗ്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പം +- വരണം. അടുത്ത് നമുക്കുള്ളത് റിട്ടേൺ ആണ്. റിട്ടേൺ അല്ല, റീസെറ്റാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായാൽ മതി. അതായത് ഇവിടെ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്.
മൂന്ന് കാര്യം. അപ്പോൾ യൂസർ പാസ് ചെയ്യുന്ന ടൈപ്പ് ഇൻക്രിമെൻ്റ് എന്നാണെന്നുണ്ടെങ്കിൽ +1, ഡിക്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ -1, റീസെറ്റ് ആണെങ്കിൽ 0. അതായത് ഓരോ വട്ടം ഈ കൗണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ആ രീതിയിൽ മാറ്റം വരുത്തണം. ഇതാണ് നമുക്ക് വേണ്ട ആവശ്യം. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, H1-ൻ്റെ അകത്ത് നമുക്ക് ആ വാല്യൂ ആദ്യം വിളിച്ചു കൊടുക്കണം. ഇപ്പം ഒബ്ജക്റ്റ് ഡോട്ട് കൗണ്ട്, ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള കൗണ്ട് എന്ന് പറഞ്ഞാൽ വേരിയബിളിനെ വിളിച്ചു. ഇനി നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ആടെന്ന് ഞാൻ കൊടുത്തു. ഇവിടെ ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ ഇപ്പോൾ ഡിസ്പാച്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിച്ചിട്ടില്ലേ. അപ്പോൾ ഡിസ്പാച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റായിട്ട് ടൈപ്പ് നമ്മൾ പാസ് ചെയ്യണം. ഇൻക്രിമെൻ്റ് എന്ന് ഞാനിപ്പോൾ പാസ്, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ് കോൾ ആവുന്നത്. അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന കോഡ്, ഇവിടെ ഇൻക്രിമെൻറ്റിൽ എഴുതിയേക്കുന്ന കോഡ് അതാണ് ഇപ്പോൾ റണ്ണാവുന്നത്. അതുപോലെ തന്നെ ഡിക്രിമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇവിടെ ലെസ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ റീസെറ്റും കൊടുത്ത്. അപ്പോൾ ഈ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത്, കൗണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് വർക്കാവേണ്ട ഫങ്ഷൻസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ആ ഒരു ഫങ്ഷൻസും ആ സ്റ്റേറ്റും റെഡ്യൂസറിൻ്റെ അകത്ത് പാസ് ചെയ്തു. പിന്നെ വാല്യൂ എടുക്കാനുള്ള ഒബ്ജക്റ്റും ആ വാല്യൂ കോൾ ചെയ്യാനുള്ള ഫംഗ്ഷനും, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യാനുള്ള ഫംഗ്ഷനും നമ്മളിവിടെ എടുത്തു. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഡോട്ട് കൗണ്ടിൻ്റെ അകത്ത് ആ കൗണ്ട് എടുത്തു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിസ്പാച്ച് എന്ന ഫംഗ്ഷനിലൂടെ ടൈപ്പ് ഏത് ഫംഗ്ഷനാണ് റൺ ആവുക ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ആടെന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 1, 2, 3, 4, 5 അതുകൂടി. ലെസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് കുറഞ്ഞ്, റീസെറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് 0 ആയി. ആഡ്, ലെസ്, റീസെറ്റ്. ഇതേ കാര്യം ഞാൻ ഇവിടെ താഴോട്ട് ഇത് കോപ്പി ചെയ്യുന്നു. ഇത് പുതിയ ഒന്നാണ്, കൗണ്ടർ 2 എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ 2 നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയിട്ട് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് കൗണ്ടർ 2 എന്ന് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് കൗണ്ട് ഞാൻ 0 എന്ന് കൊടുത്തു. അതിൻ്റെ റെഡ്യൂസർ ഫംഗ്ഷൻ 1 നമുക്ക് സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് 2 ഞാൻ ഒബ്ജക്റ്റ് 2 എന്ന് കൊടുത്തു. ഡിസ്പാച്ചും 2 എന്ന് കൊടുത്തു. ഇവിടെ സ്റ്റേറ്റ് ഞാൻ കൗണ്ടർ 2 എന്ന് കൊടുത്തു. അതായത് ഒരേ മെത്തേഡ് നമുക്ക് ഇവിടെ ഈ ഒരേ ഫങ്ഷൻസ് റണ്ണാവേണ്ട 2 സ്റ്റേറ്റാണ് ഞാൻ ഇവിടെ വിളിച്ചേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ് ഇത്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഇത്. ഒന്നാമത്തെ സ്റ്റേറ്റിൻ്റെ അകത്ത് ഞാൻ ആദ്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പാസ് ചെയ്തു, റെഡ്യൂസർ ഫംഗ്ഷൻ പാസ് ചെയ്തു, ഒബ്ജക്റ്റും ഡിസ്പാച്ച് എടുത്തു. സെയിം ടൈം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒബ്ജക്റ്റ് 2 എന്ന് ഞാനിവിടെ വാല്യൂ വിളിക്കുന്നതിനെടുത്തു, ഡിസ്പാച്ച് 2 എന്ന് കൊടുത്തു. റെഡ്യൂസർ ഫംഗ്ഷൻ സെയിം ആണ്, കൗണ്ടർ 2 എന്ന് ഞാനിവിടെ വിളിച്ചു. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് 2 എന്നിവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഡിസ്പാച്ച് 2 കൊടുത്തിട്ടുണ്ട്. ഡിസ്പാച്ച് 2 ഓക്കെ. ഞാൻ ഇവിടെ വന്ന് ഇതിൽ ആഡാക്കി. ഓക്കെ, ആഡ്, ലെസ് വർക്ക് ആവുന്നുണ്ട്, റീസെറ്റ് വർക്ക് ആവുന്നുണ്ട്. ഇവിടെയും വന്ന് ഞാൻ ആഡാക്കി, ലെസ് വർക്ക് ചെയ്യുന്ന, റീസെറ്റ്. അപ്പോൾ ഒരേ കാര്യം, അതായത് നമുക്ക് ഈ ഒരേ കാര്യം നമ്മളിപ്പം അല്ലെങ്കിൽ ഇത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനാ, ഇപ്പോൾ 6 ഫംഗ്ഷൻ എഴുതേണ്ടി വന്നു. ഒന്നാമത്തെ കൗണ്ടർ 1 ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റേറ്റിന് കൗണ്ടർ 1 എന്ന് കൂട്ടിക്കോ, അതിന് ഈ 3 ഫംഗ്ഷൻ എഴുതേണ്ടി വന്നതിന് കൗണ്ടർ 2 3 ഫംഗ്ഷൻ എഴുതേണ്ടി വന്നു. അതായത് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് 2 കാര്യം ചെയ്യത്തുള്ളൂ. ഒരു വാല്യൂ കോൾ ചെയ്യുക, ഒരു വാല്യൂ ആഡ് ചെയ്യുക. അതിൽ എഡിറ്റിങ്ങോ മറ്റ് ലോജിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ റെഡ്യൂസർ എന്ന് പറഞ്ഞ ഈ ഒരു ഹുക്ക് ഉപയോഗിക്കണം. റെഡ്യൂസറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ സ്റ്റേറ്റിൻ്റെ അകത്ത് പോയി നടക്കേണ്ട ഓപ്പറേഷൻസ് കസ്റ്റമായിട്ട് ഇപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അറയുടെ കേസിലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം.
എങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു വാല്യൂ പാസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് എന്താണ് ഇവിടെ അപ്പം ഞാൻ ഒരു പുതിയ സെറ്റപ്പ് കൊണ്ടുവരികയാണ്. ആഡ് ടു എന്ന് പറയുന്നൊരു ഇത് കൊണ്ടുവന്നു. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം 2 വെച്ച് കൂടണം, അല്ലെങ്കിൽ യൂസർ ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, വരുന്നു, ഇതൊന്ന് കോപ്പി ചെയ്ത് താഴോട്ടാക്കുന്നു. ആഡ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. യൂസ് റെഡ്യൂസറിൻ്റെ ഈ ഫംഗ്ഷൻ്റെ അകത്തോട്ട് നമുക്കൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണ്ടേ, നമുക്കൊരു എക്സ്ട്രാ ഒരു ഡാറ്റ ഇപ്പോൾ യൂസറിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ പേയിലോട് പാസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ വരുന്നു, കോമ ഇടുന്നു, പേയിലോടായിട്ട് ഞാനിപ്പോൾ പാസ് ചെയ്യുന്നത് 4 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ പാസ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ആ വാല്യൂ എടുക്കുന്ന നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ എടുക്കാൻ പറ്റും. സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് ആക്ഷൻ ഡോട്ട് പേയിലോഡ്. നമ്മൾ എന്താണ് ഇവിടെ പേര് കൊടുത്ത് ആ പേര് വിളിച്ചാൽ മതി. പേയിലോഡ് എന്ന് വിളിച്ചു. ഇവിടെ ഞാനിപ്പോൾ ഒരു 4 തവണ വാല്യൂ ആണ് പാസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റോ എന്ത് അറയോ എന്ത് വേണോ പാസ് ചെയ്യാം. ഒബ്ജക്റ്റ് പാസ് ചെയ്താൽ നിങ്ങൾ എന്താ മതി, പേയിലോഡ് ഡോട്ട് ആ വേണ്ട കീ നിങ്ങൾ വിളിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. ഇവിടെ നമുക്ക് 4 വെച്ച് കൂടണമെന്നാണ് പറഞ്ഞേക്കുന്നേ. റീസെറ്റ് എന്നാ പേര്, നമുക്കത് മാറ്റാം. ആഡ് 4 എന്ന് ഞാനിപ്പോൾ കൊടുത്തു. ആ 4 വെച്ച് ഞാൻ പാസ് ചെയ്ത ആ വാല്യൂ വെച്ച് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടിപ്പം 10 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10 വെച്ച് അപ്ഡേറ്റ് ആവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ സ്റ്റേറ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലോജിക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും പറ്റും. ഇതിനാണ് ഉപയോഗം. ഇവിടെ നമുക്കിപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ്, ഇപ്പോൾ കൗണ്ട്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന പുതിയൊരു കീ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ എന്താണ് ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക് എത്ര വാല്യൂം ക്രിയേറ്റ് ചെയ്യാം, അത് നമുക്ക് അതുപോലെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, എന്നാൽ ചില കേസിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് യൂസ് റെഡ്യൂസർ. ലൈക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായവർക്ക് ഇപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് പോകാം. എല്ലാത്തവർക്കും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കുന്നത് നമുക്കിപ്പം ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കുകൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് ആ ലോജിക്ക് ഉപയോഗിക്കാം. ഒരു അറയുടെ കേസിലാണെങ്കിൽ നമുക്ക് അറയിൻ്റെ അകത്ത് ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞു, ഇവിടെ ഞാനിപ്പോൾ ഒരു അറയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ യൂസർ ഒരു പുതിയ അറയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആദ്യത്തെ കേസ് എന്ത് വേണം, ഞാൻ ഇവിടെ കൗണ്ടർ 2 ഒക്കെ ഒന്ന് ഒഴിവാക്കിയാണ്. 2ൻ്റെ ആവശ്യം നമുക്ക് നിലവിലില്ല. അപ്പോൾ യൂസർ ഇപ്പോൾ ഒരു അറയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അറേ വിളിച്ചിട്ടുണ്ട്. അറേൻ്റെ അകത്തുള്ള ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് എന്തിനാണ്, അറയിലോട്ടൊരു വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, സ്റ്റേറ്റ് എന്നേ വിളിക്കും. കാരണം ഇവിടെ അറയാണ് പാസ് ചെയ്തേക്കുന്നത്, അറേ ഫുൾ അങ്ങ് കിട്ടും. ഈ സ്റ്റേറ്റിൻ്റെ അകത്ത് ഈ വേരിയബിളിനെ ഇവിടെ കോൾ ചെയ്യുന്ന കണക്കാണ് ഞാൻ ഇപ്പോൾ വിളിച്ചേക്കുന്നത്. അറേ എടുത്തു, ആ അറയിൻ്റെ അകത്ത് വേണ്ട പുതിയ വാല്യൂ ഇപ്പം ഞാൻ ID ഡോട്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷേ യൂണീക്ക് ID കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഡാറ്റ ഡോട്ട് ആക്ഷൻ്റെ അകത്ത് യൂസർ പാസ് ചെയ്യുന്ന പേയിലോഡ് എന്താണത്, ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് ഒബ്ജക്റ്റ് എന്നൊരു വാല്യൂ എടുക്കും, കീ വിളിച്ച് വാല്യൂ എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തേ, എനിക്ക് ഡിലീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ വേണം. ഒരു അറയിൻ്റെ അകത്ത് നമ്മൾ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ആഡ്, ഡിലീറ്റ്, എഡിറ്റ്, ഫൈൻഡ് അങ്ങനെയുള്ള മെത്തേഡ്. അപ്പോൾ എന്താണ്, അത് നമുക്ക് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കണം. അത് എപ്പോഴും ഫംഗ്ഷൻ എഴുതേണ്ട ഒരു ആവശ്യം വേണ്ട. അപ്പം ഞാൻ അവിടെ ഡിലീറ്റ് കൊടുക്കുന്നേ, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എഴുതിയാൽ മതി, പേയിലോഡ് പാസ്. അപ്പോൾ ഡിലീറ്റിന് എന്ത് ചെയ്യും, യൂസർ പേയിലോഡ് പാസ് ID, ആ ID വെച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് എന്ത് ചെയ്ത് റിട്ടേൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇതിലോട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്താണ്, പുതിയ വാല്യൂ വെച്ചിട്ട് ആ അറയാണ് റിട്ടേൺ ചെയ്യുന്ന, ആ റിട്ടേൺ ചെയ്യുന്ന അറേ സ്റ്റേറ്റിലോട്ട് ആഡ് ആവുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു ആഡ്, ഡിലീറ്റ്, ഫൈൻഡ്, എഡിറ്റ്
അങ്ങനെ പല മെത്തേഡ് ഒരു അറയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് അറ ഉപയോഗിക്കുന്ന സമയത്ത് ഈ റെഡ്യൂസർ ഫംഗ്ഷൻ വിളിച്ച് ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പുതിയ റിപ്പീറ്റ് ആയിട്ട് ഒരേ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസല്ല നമ്മൾ യൂസ് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കോഡ് സെർവറിൻ്റെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ.